നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാങ്കോക്കിൽ റബ്ബർ മികവ് കാഴ്ചവെച്ചെങ്കിലും അവധി വ്യാപാര കേന്ദ്രമായ ജപ്പാൻ ഒസാക്കയിൽ ഈ മാസം മൂന്നാം തവണയും 380 യെന്നിലെ പ്രതിരോധം തകർക്കാൻ റബ്ബർ നടത്തിയ ശ്രമം വിജയിച്ചില്ല. വാരാന്ത്യമായതിനാൽ നിക്ഷേപകർ ഉയർന്ന തലത്തിൽ ലാഭമെടുപ്പിന് മുൻതൂക്കം നൽകിയത് കണ്ട് ഊഹക്കച്ചവടക്കാർ വിൽപ്പനയിലേക്ക് തിരിഞ്ഞു. ജപ്പാനിൽ റബ്ബർ 375 യെന്നിലേക്ക് വ്യാപാരാന്ത്യം തളർന്നു. ഈസ്റ്റർ അടുത്തിട്ടും മധ്യ കേരളത്തിൽ റബ്ബറിന് വിൽപ്പനക്കാർ കുറവാണ്. ഉത്സവ ആവശ്യങ്ങൾക്കായി കർഷകർ ചരക്ക് ഇറക്കുമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു ഉത്തരേന്ത്യൻ ചെറുകിട വ്യവസായികളെങ്കിലും വരവ് ചുരുങ്ങിയതിനാൽ അവർ 5ാം ഗ്രേഡ് റബ്ബറിന് 2 രൂപ ഉയർത്തി കിലോയ്ക്ക് 218 രൂപയ്ക്ക് ശേഖരിച്ചു. 4ാം ഗ്രേഡ് 222 രൂപയിൽ വിപണനം നടന്നു. കൊപ്രയ്ക്ക് വിൽപ്പനക്കാർ കുറഞ്ഞതിനിടയിൽ വൻകിട വ്യവസായികൾ കൈവശമുള്ള വെളിച്ചെണ്ണ വിറ്റുമാറാൻ തിടുക്കം കാണിച്ചു. കാങ്കയത്തെ മില്ലുകാർ കേരളത്തിലെ വ്യാപാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെങ്കിലും വാങ്ങൽ താൽപ്പര്യം ഇവിടെ ചുരുങ്ങിയത് മൂലം എണ്ണവില 125 രൂപ കുറഞ്ഞ് ക്വിൻ്റലിന് 22,350 രൂപയായി. കൊച്ചിയിൽ തുടർച്ചയായ മൂന്നാം വാരവും വെളിച്ചെണ്ണ 26,900 രൂപയിൽ സ്റ്റഡിയാണ്. ഏലക്ക ശേഖരിക്കാൻ ആഭ്യന്തര ഇടപാടുകാരും കയറ്റുമതിക്കാരും ഉത്സാഹിച്ചത് സ്റ്റോക്കിസ്റ്റുകൾക്ക് പ്രതീക്ഷ സമ്മാനിച്ചു. ഇന്നലത്തെ ലേലത്തിനെത്തിയ 25,584 കിലോഗ്രാം ഏലക്കയിൽ 25,052 കിലോയും വിറ്റഴിഞ്ഞു. വരണ്ട കാലാവസ്ഥ കണക്കിലെടുത്താൽ നിരക്ക് ഉയരുമെന്ന നിഗമനത്തിലാണ് ഉൽപ്പാദന മേഖല. പകൽ താപനില അടിക്കടി ഉയരുന്നതിനിടയിൽ പല തോട്ടങ്ങളും വരൾച്ച ഭീഷണിയെ അഭിമുഖീകരിക്കുന്നു. ശരാശരി ഇനം കിലോയ്ക്ക് 2,335 രൂപയിലും മികച്ച ഇനങ്ങൾ 2,552 രൂപയിലും കൈമാറി. ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.